ഇപ്പോൾ ഇതാ പ്രധാനപ്പെട്ട വിവരം വരുന്നു. കെ സുധാകരന് സീറ്റില്ല. കണ്ണൂരിൽ കെ സുധാകരന് സീറ്റില്ല. എംപിമാർക്ക് സീറ്റ് നൽകേണ്ടെന്ന തീരുമാനത്തിൽ ഹൈക്കമാൻഡ് നിലപാട് ഉറപ്പിച്ചതോടെ എംപിമാർക്ക് സീറ്റില്ല. കെ സുധാകരന് കണ്ണൂരിൽ സീറ്റില്ല എന്നുള്ള വിവരമാണ് ഇപ്പോൾ വരുന്നത്. ഫൈസൽ ഹംസയുണ്ട്. ഫൈസൽ, ആ നിർണായക തീരുമാനത്തിലേക്ക് എത്തി എന്ന് തന്നെയാണ് ഉറപ്പിക്കുന്നത്. തീർച്ചയായും കോൺഗ്രസ് ഒരു സുപ്രധാനമായ തീരുമാനമെടുത്തിരിക്കുന്നു. നേരത്തെ തന്നെ കേരളത്തിൽ നിന്നുള്ള കോൺഗ്രസ് നേതാക്കളുടെ തീരുമാനം അതായിരുന്നു. ഹൈക്കമാൻഡ് ആ തീരുമാനത്തെ സുധാകരന് ഒരു ഇളവ് നൽകാമെന്ന് കോൺഗ്രസിൽ നിന്നുള്ള കേരളത്തിലെ നേതാക്കൾക്ക് ഒരു അഭിപ്രായം ഉണ്ടായിരുന്നെങ്കിലും അതും വേണ്ടതില്ല, ഒരാൾക്കും നൽകേണ്ടതില്ല, ഒരു എംപിമാരും ഇത്തവണ മത്സരിക്കേണ്ടതില്ല എന്നുള്ള സുപ്രധാനമായ തീരുമാനം കൈക്കൊണ്ടിരിക്കുന്നു. അതായത് കണ്ണൂരിൽ കെ സുധാകരന് ഇത്തവണ നിയമസഭയിലേക്ക് സീറ്റില്ല. സുധാകരൻ കോൺഗ്രസ് ടിക്കറ്റിൽ മത്സരിക്കില്ല എന്ന് കോൺഗ്രസ് ഔദ്യോഗികമായി അറിയിക്കുന്നു എന്നുള്ളതാണ്. അതായത് കോൺഗ്രസിന് അത് ഔദ്യോഗിക പ്രഖ്യാപനമായി വന്നില്ലെങ്കിലും ഔദ്യോഗികമായ ഒരു തീരുമാനമെടുത്തിരിക്കുന്നു. മല്ലികാർജുൻ ഖാർഗെ AICC അധ്യക്ഷൻ ഒരു നിർണായക തീരുമാനമെടുത്തിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ കടുംപിടുത്തം തന്നെയാണ്. ഒരു എംപിമാർ മത്സരിക്കേണ്ടതില്ലെന്ന മുൻ നിലപാടിൽ നിന്ന് ഒട്ടും പിന്നോട്ട് പോകേണ്ടതില്ല എന്നുള്ളതാണ്. ഇക്കാര്യത്തിലായിരുന്നു ഇന്നലെ 2:30 വരെ, അതായത് അർദ്ധരാത്രിയിലും നീണ്ട വലിയ മാരത്തൺ ചർച്ചകൾ കോൺഗ്രസിൽ നടന്നത്. നേരത്തെ തന്നെ VD സതീശൻ പറഞ്ഞിരുന്നു 5 സീറ്റുകളിൽ സുപ്രധാനമായ തീരുമാനമെടുക്കുക മല്ലികാർജുൻ ഖാർഗെ ആയിരിക്കും എന്നുള്ളതാണ്. അതായത് ഹൈക്കമാൻഡാണ് ആ വിഷയത്തിൽ തീരുമാനമെടുക്കേണ്ടത് എന്നുള്ളതായിരുന്നു. സതീശനോട് നിരന്തരം ചോദിക്കുന്നുണ്ടായിരുന്നു എംപിമാർ മത്സരിക്കുമോ എന്നുള്ളത്. അദ്ദേഹം അതിലൊട്ട് പ്രതികരിക്കാൻ തയ്യാറായതുമില്ല. പക്ഷേ ഹൈക്കമാൻഡിൽ നിന്നുള്ള കൃത്യമായ വിവരങ്ങൾ ലഭിക്കുന്നു. എംപിമാർ മത്സരിക്കേണ്ടതില്ല എന്നുള്ള തീരുമാനം എന്നുള്ളത്. ഇനി അറിയേണ്ടത് സുധാകരൻ എങ്ങനെ പ്രതികരിക്കും എന്നുള്ളതാണ്. നേരത്തെ തന്നെ നമ്മൾ റിപ്പോർട്ട് ചെയ്തു. നോബൽ കാര്യം കൂടിയുണ്ട്. നോബൽ, കണ്ണൂരിൽ സീറ്റില്ല എന്ന കാര്യം ഉറപ്പിക്കുകയാണോ കെ സുധാകരന്? അങ്ങനെയെങ്കിൽ കെ സുധാകരന്റെ ഇനിയുള്ള നീക്കം എന്തായിരിക്കും? ഒപ്പം കണ്ണൂരിൽ പകരം ആരായിരിക്കും? കണ്ണൂരിൽ സുധാകരന് സീറ്റില്ല എന്നുള്ള നിർണായകമായ വിവരമാണ് ആര്യ ഈ ഘട്ടത്തിൽ വരുന്നത്. അതെ, എംപിമാർക്ക് സീറ്റ് നൽകേണ്ടതില്ല എന്നുള്ള ആ കടുത്ത തീരുമാനത്തിലേക്ക് തന്നെ ഹൈക്കമാൻഡ് എത്തിയിരിക്കുന്നു. കെ സുധാകരന് മാത്രം ഇളവ് നൽകണം എന്നുള്ള ഒരു തീരുമാനം അല്ലെങ്കിൽ ഒരു ആവശ്യം കേരളത്തിൽ നിന്നുള്ള നേതാക്കൾ മുന്നോട്ട് വെച്ചിരുന്നു. പക്ഷേ ആ ആവശ്യം വിലപ്പോയില്ല. കെ സുധാകരനും അടൂർ പ്രകാശിനും ഒന്നും ഇളവില്ല. ഇപ്പോൾ മറ്റൊരു സ്ഥാനാർത്ഥിയുടെ പേരിലേക്ക് കണ്ണൂരിൽ എത്തിയിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ഫൈസൽ ഹംസ തുടരുന്നുണ്ട് നമുക്കൊപ്പം. ഫൈസൽ, ഇനി കെ സുധാകരന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന നീക്കങ്ങൾ അത് ഏത് തരത്തിലാകുമെന്നുള്ള വലിയ ആകാംക്ഷ നിലനിൽക്കുകയാണ്. ഒപ്പം കണ്ണൂർ സീറ്റിൽ ആരാകും? ആര്യ സൂചിപ്പിച്ചതുപോലെ തന്നെ കെ സുധാകരൻ ഇല്ലെങ്കിൽ ആര്, കണ്ണൂരിൽ ആര് എന്നുള്ളത് തന്നെയാണ് ചോദ്യം. ടിഒ മോഹനൻ കണ്ണൂരിൽ മത്സരിക്കുമെന്നുള്ള സൂചനകളാണ് ഇപ്പോൾ വരുന്നത്. പക്ഷേ അവിടെയും ഏതെങ്കിലും തരത്തിലുള്ള മറ്റൊരു തരത്തിലുള്ള അനുനയ ശ്രമം സുധാകരനുമായി ഇനി നടക്കുമോ എന്നാണ് അറിയാനുള്ളത്. സുധാകരൻ്റെ നിലപാട് നമുക്കറിയാം. എന്തായാലും ഇത്തവണ മത്സരിക്കും എന്നുള്ളതാണ്. കോൺഗ്രസ് ടിക്കറ്റിൽ അല്ലെങ്കിൽ നേതൃത്വത്തെ അവഗണിച്ചുകൊണ്ട് വെല്ലുവിളിച്ചുകൊണ്ടാണെങ്കിൽ പോലും മത്സര രംഗത്തുണ്ടാകുമെന്നുള്ള സൂചനയായിരുന്നു സുധാകരൻ ക്യാമ്പ് നടത്തിയിരുന്നത്. അതിന് ബലമേകുന്ന തരത്തിലുള്ള പ്രചാരണങ്ങൾ അദ്ദേഹത്തിൻ്റെ അണികളിൽ നിന്നുണ്ടാവുകയും ചെയ്തു. മാത്രമല്ല അദ്ദേഹം ഡൽഹിയിൽ നിന്ന് പാർലമെൻറ്റിൽ നിന്നടക്കം അതോടൊപ്പം കേരള ഹൗസിൽ നിന്നടക്കം NOCകളും എല്ലാം അദ്ദേഹം വാങ്ങുന്ന ഒരു സാഹചര്യമുണ്ടായി. അതായത് കൃത്യമായി ഞാൻ മത്സരിക്കാൻ തയ്യാറെടുത്തു എന്നുള്ള സൂചനയായിരുന്നു അദ്ദേഹം കോൺഗ്രസ് നേതൃത്വത്തിന് നൽകിയത്. ആ തീരുമാനത്തിൽ നിന്ന് സുധാകരൻ ഏതെങ്കിലും ഒരർത്ഥത്തിൽ പിന്നോട്ട് പോയിട്ടുണ്ടോ എന്നാണ് ഇനി അറിയാനുള്ളത്. ഏറ്റവും സുപ്രധാനമായി ഇതുവരെ ഡൽഹിയിലെത്തിയിട്ടും മാധ്യമങ്ങളെ കാണാൻ സുധാകരൻ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ്. അദ്ദേഹം കോൺഗ്രസ് നേതൃത്വത്തിന്റെ ഔദ്യോഗികമായ നോബൽമാർക്കാരുണ്ട്. നോബൽ, സമ്മർദ്ദങ്ങളൊന്നും ഫലം കണ്ടില്ല. കെ സുധാകരന് സീറ്റില്ല, ഒരു ഇളവും സുധാകരൻ നൽകിയിട്ടില്ല എന്ന് തന്നെ കാര്യം ഉറപ്പിക്കുകയാണോ? തീർച്ചയായും സമ്മർദ്ദങ്ങൾ ഒന്നും ഇപ്പോൾ ഫലം കണ്ടിട്ടില്ല. കെ സുധാകരന് സീറ്റില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ മനസ്സിലാവുന്നത്. കണ്ണൂരിൽ ടിഒ മോഹനൻ, അതോടൊപ്പം പോന്നിയിൽ സതീഷ് കൊച്ചുപറമ്പിൽ എന്നിവർ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികളാവും. നിലവിൽ എംപിമാർ മത്സരിക്കേണ്ടതില്ല എന്ന തീരുമാനം അതേപടി തുടരാനാണ് ഇപ്പോൾ നേതൃത്വം തീരുമാനിച്ചിരിക്കുന്നത്. അതായത് കെ സുധാകരനും അതോടൊപ്പം അടൂർ പ്രകാശ് അടക്കമുള്ള എംപിമാർക്ക് എന്താണെങ്കിലും നിലവിൽ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനാകില്ല. കണ്ണൂരിൽ ടിഒ മോഹനൻ, കോന്നിയിൽ സതീഷ് കൊച്ചുപറമ്പിൽ എന്നിവർ സ്ഥാനാർത്ഥികളാവും. ഇപ്പോൾ തീരുമാനം വന്നിരിക്കുന്നു. ഇതിപ്പോൾ അതിന്റെ ഔദ്യോഗികമായ പ്രഖ്യാപനം മാത്രമാണ് അവശേഷിക്കുന്നത്. ഏതാണെങ്കിലും നിലവിൽ വലിയ തീരുമാനമാണ് കോൺഗ്രസ് എടുത്തിയത്. പ്രത്യേകിച്ച് ഒരു വശത്ത് സുധാകരൻ ഉയർത്തിയ വലിയ വെല്ലുവിളികളുണ്ട്. ആ വെല്ലുവിളികളെ പരിഗണിക്കാതെ അല്ലെങ്കിൽ ആ ഉയർത്തിയ സമ്മർദ്ദം പരിഗണിക്കാതെ എടുത്ത നിലപാടുമായി പ്രത്യേകിച്ച് എംപിമാർ മത്സരിക്കേണ്ടതില്ല എന്നാണ് നിലപാട്. ആ നിലപാടുമായി മുന്നോട്ട് പോകാനുള്ള തീരുമാനമാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ
കണ്ണൂരിൽ ടി.ഒ. മോഹൻ മുൻ കണ്ണൂർ മേയറാണ്. അദ്ദേഹം മത്സരിക്കേണ്ട തീരുമാനത്തിലേക്ക് ഏതാണെങ്കിലും പാർട്ടി എത്തിയിരിക്കുന്നു. ടി.ഒ. മോഹൻ കണ്ണൂരിൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയാവും. ഇന്ന് 11 മണിക്ക് മുൻപ് തന്നെ രണ്ടാം ഘട്ട പട്ടിക പുറത്തേക്ക് വരും. കോന്നിയിൽ സതീഷ് കൊച്ചുപറമ്പ് മത്സരിക്കും. നേരത്തെ ഈ 2 മണ്ഡലങ്ങളിലായത്, പ്രത്യേകിച്ച് കണ്ണൂരിൽ സുധാകരൻ കൊടുത്തു കഴിഞ്ഞാൽ കോന്നിയിൽ അടൂർ പ്രകാശ് സീറ്റ് നൽകേണ്ടി വരും എന്തായിരുന്നു പ്രധാനപ്പെട്ട ചർച്ച. സുധാകരൻ വലിയ സമ്മർദ്ദം ഉയർത്തിയിരുന്നു. എന്താണെങ്കിലും നിലവിലത്തെ സാഹചര്യത്തിൽ ഈ 2 പേർക്കും അടൂർ പ്രകാശിനും ഒപ്പം കെ സുധാകരനും സീറ്റില്ല. ഈ 2 സീറ്റുകളും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിരിക്കുന്നു. ടി.ഒ. മോഹനൻ എന്തായാലും എംപിമാർക്കാർക്കും സീറ്റില്ല. കെ സുധാകരനും ഒരു ഇളവും അനുവദിച്ചില്ല. കെ സുധാകരനും ഒപ്പം കോന്നിയിൽ അടൂർ പ്രകാശിനും നിയമസഭയിലേക്ക് മത്സരിക്കാനാകില്ല. കണ്ണൂരിൽ ടി.ഒ. മോഹന്റെ പേരാണ് ഈ ഘട്ടത്തിൽ ഉയർന്നു കേൾക്കുന്നത്. ഒപ്പം കോന്നിയിൽ സതീഷ് കൊച്ചുപറമ്പിലിന്റെയും പേരാണ് ഉയർന്നു കേൾക്കുന്നത്. ഈ വാർത്തയിലേക്ക് തന്നെ നമ്മൾ തിരിച്ചെത്തും.